പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു ചിന്തയിലേക്ക് ഇവിടെ നമ്മൾ ആ പുരോഹിതൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ ചിന്തിച്ചു കൊണ്ടുവന്ന് ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതാണല്ലോ. യേശു ക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിലെത്തി ജീവിച്ച് ഈ മഹാപുരോഹിതൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ അടയാളം മണിശബ്ദമാകുകയാണ്. നമ്മുടെ ക്രിസ്തു സ്വർഗത്തിലുണ്ട് എന്നും നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്നും തിരിച്ചറിയുന്നത് ദൈവാത്മാവിൻ്റെ നമുക്ക് ദാനമായി തന്ന അന്യഭാഷയെന്ന് ആ മണിശബ്ദത്താലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പക്ഷേ ഈ മണിശബ്ദത്തെ പ്രിയപ്പെട്ടവരെ മറ്റു ചിലർക്ക് പ്രാപിക്കാത്തവർക്ക് എന്തായിട്ട് തോന്നും? അരോചകമാണ്. പ്രാപിക്കാത്തവർക്ക് അരോചകമാണ്. പിന്നെ ചിലരുടെ ഈ വേഷം കെട്ടുമ്പോൾ അത് മറ്റുള്ളവർക്ക് എന്തോമായിട്ട് പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ അന്യഭാഷ എന്നുള്ള ആ ഭാഷണത്തിലൂടെ നമുക്ക് നൽകി തരുമ്പോൾ അത് അരോചകമായിട്ടുള്ളതല്ല, അതിനൊരു ഇമ്പമുണ്ട്. പ്രേക്ഷകർ ഇല്ലാതെയുള്ള എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അത് അരോചകമാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചവട്ടത്തിൽ നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഭാഗമാണ്. ഇനി അടുത്ത് ചിന്തിക്കുന്നത് എബ്രായ ലേഖനം 7-ാം അധ്യായം 23-ാം വാക്യം. എബ്രായർ 7:23. മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാർ ആയി തീർന്നവർ അനേകർ ആകുന്നു. അപ്പൊ മരണനിമിത്തം ഈ മഹാപുരോഹിതന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തിന്റെ ആയുസ് തീരുന്നത് വരെ അദ്ദേഹം മഹാപുരോഹിതൻ. ഒരാളെ മഹാപുരോഹിതനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, അഭിഷേകം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം എന്താണ്? മഹാപുരോഹിതനാണ്. എന്നാൽ ഇസ്രായേലിലെ മരണം കൊണ്ട് എന്ത് ചെയ്യും? മരണം കൊണ്ട് ഈ പൗരോഹിത്യം തീർന്നു. അടുത്തൊരാളെ പുരോഹിതനായിട്ട് എന്ത് ചെയ്യാണ്? നിയമിക്കുകയാണ്. എന്നാൽ ക്രിസ്തു ഏകയാഗമായി തീർന്ന് തൻ്റെ യാഗത്താൽ സകല മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞപ്പോൾ മരണത്തെയും പാതാളത്തെയും ജയിച്ചു. ഈ ഇസ്രായേലിന്റെ അക്ഷരാർത്ഥത്തിലുള്ള മഹാപുരോഹിതൻ മരണം കൊണ്ട് ആ പൗരോഹിത്യം അവസാനിച്ച് അടുത്തൊരാളിന് ഒരവസരം കൊടുക്കുകയാണ്. എന്നാൽ ക്രിസ്തു മരണം കൊണ്ട് താൻ പ്രാപിച്ച പൗരോഹിത്യം മരണം കൊണ്ട് അവസാനിച്ചില്ല, മരണത്താൽ പൗരോഹിത്യം പ്രാപിച്ച് ഇന്ന് വരെയും തുടരപ്പെടുന്നതാണ് ആ പൗരോഹിത്യം. മനസ്സിലാകുന്നത്? അതുകൊണ്ടാണ് ഭൂമിയിലുള്ള എല്ലാവരുടെയും പൗരോഹിത്യം നിർത്തിക്കളഞ്ഞത്, തീർന്നു, കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞത് ന്യായപ്രമാണം നേടില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിച്ചാൽ ന്യായപ്രമാണം നേടലാണ്. ന്യായപ്രമാണമോ മോശ മുതൽ യോഹന്നാൻ വരെ ആയിരുന്നു. ഇന്നും യേശു ക്രിസ്തു തൻ്റെ അന്ത്യാത്താഴ ശുശ്രൂഷയിൽ ആ അവസാന നിമിഷം തന്നെ പീലാത്തോസിന്റെ പടയാളികൾ പിടിച്ചു ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പ് പെസഹ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി കൊടുക്കുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് വാങ്ങി ഭക്ഷിപ്പിന്റെ ശരീരം. പാനപാത്രം എടുത്ത് കൊടുക്കാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിലെ എൻ്റെ രക്തം. അപ്പൊ ആ രക്തത്തിന്റെ കാര്യം ഞാൻ വരട്ടെ. ഇവിടെ ഈ സമാഗമന കൂടാരത്തിൽ മോശയുടെ കയ്യിൽ നൽകപ്പെട്ട പ്രമാണങ്ങൾ 10 കൽപ്പന ഉൾപ്പെടെ ആ കൽപ്പനയെ ബേസ് ചെയ്തുകൊണ്ട് ഉപകൽപ്പനകളായി കൊടുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ കൽപ്പനകളും, ഏത് കൽപ്പന ഏത് പ്രമാണം സ്ഥാപിക്കപ്പെടണമോ സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു യാഗമൃഗത്തെ അറുത്ത് ഒരു ജീവനെ കൊടുത്തിട്ട് ആ രക്തമെടുത്ത് ആ നിയമ പുസ്തകം എബ്രായ ലേഖനത്തിലുള്ള വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ന്യായപ്രമാണത്തിൽ പഞ്ചഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ ഈ സോപ്പ് തണ്ടുകൊണ്ട് ആ രക്തമെടുത്ത് എന്താ ചെയ്യണം? ഈ പ്രമാണ പുസ്തകത്തിന്റെ മേൽ തളിക്കണം. അപ്പൊ എഴുതപ്പെട്ട പുസ്തകത്തിന്റെ മുകളിൽ രക്തം, ജീവൻ അർപ്പിക്കപ്പെട്ട ആ രക്തം വീഴുമ്പോഴാണ് ആ നിയമം സ്ഥാപിക്കപ്പെടുന്നത്. ഇപ്പൊ പുതിയ നിയമം ക്രിസ്തു സ്ഥാപിക്കേണ്ടതിന് ന്യായപ്രമാണം സ്ഥാപിക്കാൻ മൃഗങ്ങളുടെ രക്തം മതിയായിരുന്നു. എന്നാൽ പുതിയ നിയമം ദൈവം സ്ഥാപിച്ചത് മൃഗങ്ങളുടെ രക്തം കൊണ്ടല്ല, തൻ്റെ സ്വന്തം രക്തത്താലാണ് ആ നിയമം സ്ഥാപിക്കപ്പെട്ടത്. ന്യായപ്രമാണം കഠിനമാണെന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയദൃഷ്ടിയിലൂടെ, എൻ്റെ അന്തരാത്മാവിലൂടെ, എൻ്റെ ചിന്തകളിലൂടെ ഈ പുതിയ നിയമം കയറി ഇറങ്ങി ദൈവാത്മാവിൽ ഞാനത് ഗ്രഹിച്ചപ്പോ ന്യായപ്രമാണത്തെക്കാൾ അതികഠിനമാണ് പുതിയ നിയമം. ചുമ്മാ കൃപയുടെ നിയമമാണ്, കൃപായുഗമാണ്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം.
ഒരു ഉളുപ്പുമില്ലാതെ, ഒരു ദൈവ ഭയവും കൂടാതെ, ഒരു ഭയവും കൂടാതെ പുതിയ നിയമത്തിൽ എന്ത് പാപവും ചെയ്യാം, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ട് എന്ത് പാപവും ചെയ്യാമെന്ന് വളരെ ലഘുവായി ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ കാണാനിടയായിട്ടുണ്ട്. ഇല്ല, ന്യായപ്രമാണത്തിലെ നിങ്ങൾ മനസ്സിലാക്കും, ന്യായപ്രമാണത്തിലെ പ്രമാണം ഉറപ്പിക്കാൻ കേവലം തന്റെ സൃഷ്ടിയായ ഒരു മൃഗത്തിന്റെ രക്തം മതി. അത് അതികഠിനമായിരുന്നെങ്കിൽ പുതിയ നിയമം സ്ഥാപിക്കാൻ കേവലം നിസ്സാരമായ ഒരു മൃഗത്തിന്റെ രക്തത്താൽ അല്ല ആ നിയമം സ്ഥാപിക്കപ്പെട്ടത്. യേശു ക്രിസ്തുവിന്റെ ലോകത്തിലെ തന്റെ സ്വന്തം രക്തം കൊണ്ട്, വിലയേറപ്പെട്ട രക്തം ചിന്തിയാണ് പുതിയ നിയമം സ്ഥാപിച്ചത്. എങ്കിൽ എത്ര അധികം, ന്യായപ്രമാണത്തെക്കാൾ എത്ര അതികഠിനമാണ് പുതിയ നിയമം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ വില എത്ര ആണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കൃപ ചൊരിഞ്ഞത്. എങ്ങനെങ്കിലും ഏതെങ്കിലും വിധത്തിലേക്ക് നീ അകത്തേക്ക് വാ. അതുകൊണ്ട് എബ്രായലേഖനക്കാരൻ പറഞ്ഞു, അതുകൊണ്ട് എബ്രായർ 10:24 തോന്നുന്നു, വായിക്കാമോ? 26. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കുന്നില്ല. ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മനസ്സിലാക്കൂ പ്രിയപ്പെട്ടവരെ, ന്യായപ്രമാണം പുതിയ നിയമത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് സത്യത്തിന്റെ പരിജ്ഞാനം എന്ന പദം എബ്രായ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുകയാണ്. സത്യത്തിന്റെ പരിജ്ഞാനം. നമ്മൾ ഏതായി സത്യത്തിന്റെ പരിജ്ഞാനം? നമ്മൾ ഈ കേൾക്കുന്നത്, നമ്മൾ ഈ വായിക്കുന്നത്, നമ്മൾ അറിയുന്ന ഈ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ചിട്ട് മനഃപൂർവ്വം പാപം ചെയ്താൽ അവിടെ കൃപ എന്തല്ല, അവിടെ കൃപ അവിടെ പ്രവർത്തിക്കുകയില്ല. വരാനാണ് കൃപ. എവിടാ? അകത്തേക്ക് വരാനാണ് കൃപ, രക്ഷയിലേക്ക് വരാനാണ് കൃപ, ജീവിക്കാനാണ് കൃപ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. മനസ്സിലാകുന്നവർക്ക് രക്ഷയിലേക്ക് വരാനാ കൃപ. രക്ഷയ്ക്കകത്ത് വന്നവനെ ജീവിക്കാനാണ് ദൈവം കൃപ പകരുന്നത്. കൃപ അതാണ് നമ്മൾ അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്തിരുന്നു? ധാരാളം കൃപ ലഭിച്ചു. ഈ കൃപയുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പാപം ചെയ്യാതെ ജീവിക്കാൻ നമ്മളെ ശക്തീകരിക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് പകരപ്പെട്ടിരിക്കുന്ന ഒരു കൃപ. അത് ആത്മാവിന്റെ കൃപയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി, ഒരു ആത്മപരിവർത്തനം എന്നൊക്കെ അതിനെ പറയാം. ആ കൃപയാണ്. അല്ല പാപം ചെയ്യാനല്ല കൃപ തന്നേക്കുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പ് ഒരിക്കൽ ഓർപ്പിച്ചു. ക്രിസ്തു യേശുവിലുള്ള ഞാൻ ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല, അത് വിരസത ഉണ്ടാക്കും. എൻ്റെ നേരത്തെ ഉള്ള ഭാഗങ്ങൾ മനസ്സിലാക്കി നമുക്ക് കാണാം. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല. അത് കൃപയല്ല. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അപ്പൊ കൃപയിലൂടെ വന്ന് കൃപയ്ക്കകത്തേക്ക് പ്രവേശിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കൃപ തരുന്നത്, പാപം ചെയ്യാനുള്ള കൃപ. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് ചോദിക്കുന്നു, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം എന്ത് ചെയ്തു? പെരുകി. അതുകൊണ്ട് നാം പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ, കൃപ വർദ്ധിക്കേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കും. ഒരു നാള് വരുത്. റോമലേഖനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ പാപം പെരുകിയെടുത്ത് കൃപയുണ്ടായി. എന്തിനാ? ഒരു ഇളവ് കൂടെ കാണിച്ചു, നശിച്ചു പോരും. എൻ്റെ പുത്രന്റെ രക്തത്താൽ എൻ്റെ പുത്രൻ മരിച്ചത് നിനക്ക് വേണ്ടി കൂടെ, എങ്ങനെങ്കിലും വാ. വന്ന നീ എന്ത് നശിച്ചു പോകരുതെന്നുള്ളതിനാ കൃപ പകരുന്നിരിക്കല്ല. പാപം ചെയ്യാൻ വേണ്ടിയിട്ടല്ല കൃപ പെരുകിയത്. മനസ്സിലാകുന്നവർക്കായി ഇഷ്ടം. അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചത് ഈ മരണത്താൽ നീക്കം വരുന്ന പൗരോഹിത്യം. എന്നാൽ ക്രിസ്തുവോ മരണത്താൽ നീക്കം വരുന്ന പൗരോഹിത്യമല്ല പ്രാപിച്ചത്. അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ച് എന്നേക്കുമുള്ള പൗരോഹിത്യം പ്രാപിച്ചു. എബ്രായർ 7:24 വായിക്കൂ. എബ്രായർ 7:24, 1 കൊരിന്ത്യർ 15:55 കൂടെ വായിക്കൂ. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം മതി. അവിടെ നമ്മൾ വായിക്കുന്നത് ഹേ മരണമേ നിന്റെ ജയം എവിടെ? അപ്പൊ ഈ മരണത്തെയും പാതാളത്തെയും ജയിച്ച് അവൻ നമ്മുടെ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഈ പുരോഹിതൻ മരണത്തോടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു എന്നേക്കും, എബ്രായർ 7:24 വായിച്ചേ. എബ്രായർ 7:24, എന്നേക്കും പുരോഹിതൻ ജീവിച്ചു. കാരണം ഇനി എന്തില്ല? ഇവനോ
എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാറാത്ത പൗരോഹിത്യം ക്രിസ്തു ആമേ പ്രാപിച്ചതുകൊണ്ട് ഇനി എന്തില്ല എന്ന് ചോദിച്ചാൽ പൗരോഹിത്യത്തിന് നീക്കം വന്നു. പൗരോഹിത്യമില്ല ഇനി. അതുകൊണ്ട് അവൻ ചിലർ അപ്പോസ്തലന്മാരായും ചിലർ ഇടയന്മാരായും അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായിട്ടുമൊക്കെ നിയമിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പൗരോഹിത്യം നീങ്ങി. അപ്പോൾ എന്നേക്കുമുള്ള പൗരോഹിത്യം ക്രിസ്തു പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ഇനി പൗരോഹിത്യമില്ല. അതുകൊണ്ടാണ് നമ്മളാരും പുരോഹിതൻ എന്നുള്ള നിലയിൽ വേഷവിധാനങ്ങൾ കെട്ടി വേഷഭൂഷാദികൾ കെട്ടി ആളുകളെ പറ്റിക്കാതിരിക്കുന്നത്. പ്രേക്ഷകർ അങ്ങനെയൊന്നും ഇല്ല. പുതിയ നിയമത്തിലാണ് നമ്മുടെ ശുശ്രൂഷ. പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷ, പഴയ നിയമത്തിൽ ഇതുപോലുള്ള കെട്ടോടും മട്ടോടും ഒക്കെ കൂടെ വന്ന് പഴയ നിയമത്തിലെ ശുശ്രൂഷ ഇതാണ്. അങ്ങനെ ഇനി പുതിയ നിയമത്തിൽ ഈ പൗരോഹിത്യം അണിഞ്ഞിരിക്കുന്നവരൊന്നും ഈ സിസ്റ്റത്തിലൊന്നും അല്ല. ഈ മാർപ്പതക്കവും ഈ ചുമലിലെ കല്ലും ഇതൊന്നും പ്രാപിച്ച് അതൊന്നും വച്ചൊന്നുമല്ല. ഈ അങ്കിയൊന്നുമല്ല. അതവരവർക്ക് ഇഷ്ടമുള്ള ഓരോ പ്രസ്ഥാനത്തിൻ്റെയും ഇഷ്ടമുള്ള തരത്തിലുള്ള പച്ചയങ്കി, മഞ്ഞയങ്കി, ചുവപ്പങ്കി, ബ്രൗൺ അങ്കി, ഇങ്ങനെ പലതരത്തിലുള്ള അങ്കികൾ അവർ ധരിക്കുന്നു. നമ്മൾ അവരെയൊന്നും കുറ്റം പറയാൻ നിൽക്കുകയല്ല. അത് നമ്മുടെ കാര്യമല്ല. പക്ഷെ ന്യായപ്രമാണം നീങ്ങിപ്പോയി എന്നും പൗരോഹിത്യം നീങ്ങിപ്പോയി എന്നുമുള്ളതിനെ തെളിയിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുക എന്നുള്ളത് പ്രസംഗിക്കുന്നവൻ്റെ കടമയും ദൈവത്തോടുള്ള നീതിയും പ്രത്യേകാൽ ദൈവവചനം പ്രസംഗിക്കുന്ന എനിക്ക് തന്നെ എന്ത് ചെയ്യരുത്. പ്രസംഗിക്കുന്നവൻ പ്രൈസല്ലോ, പ്രസംഗിക്കുന്നവൻ ചൊവ്വേ നേരെ പ്രസംഗിച്ചില്ലെങ്കിൽ ശിക്ഷാവിധി എന്ത് ചെയ്യും? അതുകൊണ്ട് യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങൾക്ക് അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ എന്ത് ചെയ്യരുത്? ഉപദേഷ്ടാക്കന്മാരാകരുത്. അപ്പോൾ സാധാരണ ജനത്തിന് ഒരു ശിക്ഷാവിധിയെങ്കിൽ ഉപദേഷ്ടാക്കന്മാരായി അബദ്ധം കാണിച്ചാൽ എത്ര വരും? സാധാരണ ജനത്തിന് വരുന്നതിനേക്കാളും ഇരട്ടി ശിക്ഷാവിധി വരും. അപ്പം അതുകൊണ്ട് വചനം പ്രസംഗിക്കുമ്പോൾ നിന്നെ തന്നെ ഈ ഉപദേശത്തെയും എന്ത് ചെയ്യുക? സൂക്ഷിച്ചുകൊള്ളുക. അങ്ങനെ ചെയ്താൽ നിന്റെ വചനം നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും നിന്നെ തന്നെയും രക്ഷിക്കാം. മനസ്സിലായി? അപ്പം കേൾക്കുന്നവനെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പദവി ഉറപ്പിക്കാനോ നമ്മുടെ ശുശ്രൂഷ ഉറപ്പിക്കാനോ അല്ല പ്രസംഗിക്കേണ്ടത്. പ്രസംഗിക്കുന്നവൻ ചൊവ്വേ നേരെ പ്രസംഗിച്ചില്ലെങ്കിൽ അവന് ശിക്ഷാവിധിയിലാകപ്പെടും. നമ്മൾ ചിലപ്പോൾ ജനത്തെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടോ ആരെങ്കിലും ഒക്കെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം ചില യാഥാർത്ഥ്യങ്ങളെ, ചില സത്യങ്ങളെ മറച്ചു വെച്ച് പ്രസംഗിക്കുന്നത്. അവർക്കറിയാം, ചിലർക്കറിയാം, യാഥാർത്ഥ്യങ്ങളറിയാം. അപ്പം അതുകൊണ്ട് ഇവിടെ ലാഭനഷ്ടങ്ങളോ അല്ല, നമ്മുടെ നിത്യജീവനും നമ്മുടെ സ്വയരക്ഷ കൂടെ നോക്കി വേണം പ്രസംഗിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് പൗരോഹിത്യം നീങ്ങിപ്പോയി, ഇനി പൗരോഹിത്യമില്ല. ക്രിസ്തു എന്നേക്കും ശ്രേഷ്ഠ മഹാപുരോഹിതനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പൗരോഹിത്യം നീങ്ങിപ്പോയി. അപ്പോൾ നോക്കൂ, യേശു ക്രിസ്തു എന്നേക്കും പൗരോഹിത്യം പ്രാപിച്ചു. ഇനി മറ്റൊരു പ്രത്യേകത, വേറൊരു ഉറപ്പ് നമുക്ക് തരുന്നുണ്ട്. ഈ പുരോഹിതന് ഇവിടുന്ന് ഈ പ്രാകാരത്തിൽ നിന്ന് യാഗം കഴിച്ചിട്ട് യാഗരക്തവുമായിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് അതുപോലെ പാപപരിഹാരം പ്രാപിച്ചാൽ പുരോഹിതൻ എന്ത് ചെയ്യുമെന്നറിയാമോ? അതുപോലെ തിരിച്ച് പ്രാകാരത്തിലേക്ക് വരും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നമ്മൾ ഈ ന്യായപ്രമാണമൊക്കെ അതിശയം തോന്നിയിട്ട്, ഞാൻ ബൈബിള് വായിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ അർത്ഥതലത്തിലാണ്, ഓരോ തരത്തിലാണ്. ഞാൻ ബൈബിള് വായിച്ചിട്ട് എന്നെ ഇത്രയേറെ സന്തോഷിപ്പിച്ച, എനിക്ക് ഇത്രയേറെ ആശ്ചര്യം തോന്നിയ വേറൊരു സബ്ജക്റ്റ് ബൈബിളിൽ നിന്ന്, ഇപ്പോൾ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുന്നവരുണ്ടാകാം, ദാനിയേൽ പ്രവചനം പഠിപ്പിക്കുന്നവരുണ്ട്, ക്രിസ്തുവിൻ്റെ വീണ്ടും വരെ പഠിക്കുന്നവരുണ്ട് ഒക്കെ ഉണ്ട്. അതെല്ലാം ഒരു ഭാഗം. ഇരുന്നാലും ഇതിനകത്ത് കിടക്കുന്നത് പോലൊരു മർമ്മം, രഹസ്യങ്ങളെ വേറെ ഒരിടത്തുനിന്നും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലാകുന്നവർക്ക് അത് എനിക്കായിരിക്കാം, വേറൊരാളിന് വേറെ ഒന്നായിരിക്കാം പറഞ്ഞത് എന്ന് പറയാം. ഇതിനകത്ത് മുഴുവൻ ഈ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ നിർണയങ്ങളെ എന്താ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഒരു പദ്ധതിയെ, ഒരു പ്ലാനിനെ ഇതിനകത്ത് മറച്ചു വെച്ചേക്കാം. ഒരു ചെറിയ തിരശീലയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉൽപ്പന്നത്തെ നോക്കൂ, ഈ ഒരു ഉൽപ്പന്നത്തെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒരു തിരശീല ഇട്ടേക്കുന്നത് പോലെ, മറച്ചിരിക്കുന്നത് പോലെ ഇതിനകത്ത് ഈ സമാഗമന കൂടാരത്തിനകത്ത് മുഴുവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ചില അനന്തരമായി, അതായത് ഈ കാലത്ത് സംഭവിക്കേണ്ട ഒട്ടനവധി ദൈവത്തിൻ്റെ പദ്ധതികളെ, പ്ലാനുകളെ, ചിന്തകളെ ഇതിനകത്ത് മറച്ചു വെച്ചേക്കാം. നമ്മൾ കഴിഞ്ഞ ഓരോ ഭാഗങ്ങളിലും അത് നിങ്ങൾ കണ്ടു അത് നിങ്ങളത് മനസ്സിലാക്കി. നമ്മുടെ താമ്രത്തൊട്ടിയിലാകട്ടെ, ധൂപപീഠത്തിലാകട്ടെ, ഇല്ലേ? ശരിയല്ലേ? നമ്മൾ ഇവയെല്ലാം നമ്മുടെ
മാനുഷിക കണ്ണുകൾ കൊണ്ട്, നമ്മുടെ ജഡത്തിൻ്റെ ബുദ്ധി കൊണ്ട് ഇതെല്ലാം വായിക്കുകയോ പഠിക്കുകയോ ചെയ്താൽ നമുക്കിതെല്ലാം ഒരു സാധാരണ കാര്യമായിട്ടേ തോന്നും. അതിനപ്പുറത്ത് മറഞ്ഞിരിക്കുന്ന ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങളിൽ എത്ര പേര് ഈ പുറപ്പാട് പുസ്തകം, ഈ സമാഗമന കൂടാരത്തെ പറ്റി വായിച്ചിട്ടുണ്ടോ? ഞാൻ മുമ്പ് എപ്പോഴോ പറഞ്ഞതുപോലെ സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഇനി നിങ്ങൾ ഈ ബൈബിൾ വായിച്ചാൽ, ഇനി സമാഗമന പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ആനന്ദം പരമാനന്ദമായിരിക്കും. ആണോ അല്ലേ? കാര്യം എന്താ? ഇതിൻ്റെ ഒരു വാതിൽ തുറന്നിട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ വായിക്കുന്നവരും ഒരു പക്ഷേ ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്ന സന്ദേശത്തെക്കാൾ ഉപരി മറ്റ് പല സന്ദേശങ്ങളും അതിനകത്ത് കാണും. മറ്റ് പല സന്ദേശങ്ങളും അതിനകത്ത് ഇനിയും പറഞ്ഞെടുപ്പുണ്ട്. ഞാൻ ഓരോ പ്രാവശ്യവും ഇത് വായിക്കുമ്പോഴും, ഓരോ ക്ലാസ്സിനും ഇത് ഞാൻ ദീർഘനാളുകൾ വായിച്ച് ദീർഘമണിക്കൂറുകൾ ദൈവസന്നിധിയിലിരുന്ന് വായിച്ച് അതിൻ്റെ നോട്ട് തയ്യാറാക്കി അതിനെക്കുറിച്ച് ധ്യാനിച്ച് ദൈവാത്മാവ് നമുക്ക് തരുന്ന ആത്മീക ചിന്തകളെ ദൃഷ്ടിയിൽ ഗ്രഹിപ്പിക്കുന്നതിന് അതെല്ലാം അവൻ നോട്ടായി തയ്യാറാക്കി വെച്ച് അതിനൊരു സിസ്റ്റമാക്കിയിട്ടാണ് ഞാനിത് ജനത്തിന് കൊടുക്കുന്നത്. എന്നിട്ടും വീണ്ടും ഓരോ ക്ലാസ്സിനും പോകാൻ വേണ്ടിയിട്ട് അവൻ അതിനെ പിന്നെയും ഇരുന്ന് ധ്യാനിക്കുമ്പോൾ പിന്നെയും ഇന്നലകളിൽ കാണാത്തത് ഇന്നുകളിൽ പിന്നെയും കാണാൻ കഴിയുന്നു. അപ്പം ഇതിനകത്ത് വാരി വിതറിയിരിക്കുന്ന, മറച്ചു വച്ചിരിക്കുന്ന വിലപ്പെട്ട നിധിയുണ്ട്. ഈ പുതിയ നിയമസഭയ്ക്ക് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയിട്ട് വച്ചേക്കുന്ന ഒരു കർത്താവിൻ്റെ വരവ് വരെയുള്ള സംഗതികൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന, ചുരുക്കത്തിൽ നിത്യത വരെയുള്ള കാര്യങ്ങളുടെ ഏകദേശം ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുരോഹിതനകത്ത് കയറി ഇവിടെ നിന്ന് യാഗം കഴിച്ചിട്ട് ഇതിനകത്ത് യാഗരക്തവുമായിട്ട് പോയിട്ട് തിരിച്ച് പാപം പരിഹാരം പ്രാപിച്ച് ജനത്തിൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്യും? പുരോഹിതൻ തിരിച്ചു വരണമെങ്കിൽ പുരോഹിതൻ ഇവിടം വിട്ട് തിരിച്ചു വരണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ പാപത്തിന് പരിഹാരമായതുകൊണ്ടാണ് പുരോഹിതൻ തിരിച്ചു വരുന്നത്. തിരിച്ചെവിടെ വരുമെന്ന് ചോദിച്ചാൽ പാപ പരിഹാരം പ്രാപിച്ച ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരും. മനസ്സിലാകുന്നവർക്കായി ഇന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരുടെയെങ്കിലും അന്തരാത്മാവിൽ അതിൻ്റെ വെളിപ്പാട് പുതിയ നിയമമായിട്ട് അത് കണക്റ്റ് ആകുന്നുണ്ടോ? എവിടെയെങ്കിലും ലേഖന ഭാഗങ്ങളിലുള്ള വചനമായിട്ടൊന്ന് കണക്റ്റ് ആകുന്നുണ്ടോ? കണക്റ്റ് ആകുന്നില്ല. ആയാലും ഇല്ലെങ്കിലും എനിക്കത് കണക്റ്റ് ആക്കിയേ പറ്റൂ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അപ്പം നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളൂടെ വായിക്കാമോ? പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 4:14, 9:12-24 കൂടെ ഒന്ന് വായിക്കാമോ? ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ 9:12 ആണോ? 9:12 വായിക്കും, 4 കൂടെ വായിക്കും. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട്. കണ്ടോ? കൂടാരത്തിൽ കൂടി സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. വിശുദ്ധ മന്ദിരത്തിൽ എന്നെ ശ്രദ്ധിക്കണം. വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് ഇവിടെ പുരോഹിതൻ ഈ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നു. ദൈവം ഏത് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു? നിത്യ സ്വർഗമാകുന്ന വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. 24 കൂടെ വായിക്കാമോ? 9:24. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല. കണ്ടോ? കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിൽ, ഈ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇവിടെ ഭൂമിയിലുള്ള ഒരു മന്ദിരത്തിലേക്കല്ല. വായിച്ചോളൂ. ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ. ദൈവസന്നിധിയിൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രത്യക്ഷനായി. സ്വർഗത്തിലേക്ക് എത്ര പ്രവേശിച്ചത്. അപ്പോ യാഗരക്തവുമായിട്ട് ഈ പുരോഹിതൻ അന്തർമന്ദിരത്തിൽ, കൃപാസനം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ഇടം, ഈ പെട്ടകം ഇരിക്കുന്ന ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് പോലെ നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു സ്വർഗസിംഹാസനത്തിൽ, അതാ നമ്മൾ വായിക്കുന്നത്, അവൻ സ്വർഗസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അപ്പൊ അവിടേക്ക് പ്രവേശിച്ചു. ഇനി നിൽക്കട്ടെ. അവിടേക്ക് പ്രവേശിച്ച പോലെ അവിടേക്ക് പ്രവേശിച്ചല്ല, ഈ പുരോഹിതൻ ഇവിടേക്ക് ഈ കൃപാസനത്തിൽ പ്രവേശിക്കും. എന്നിട്ട് പ്രവേശിച്ചവൻ ജനത്തിന്റെ പാപത്തിന് പരിഹാരം പ്രാപിച്ചാൽ ജീവനോടെ തിരിച്ച് പ്രാകാരത്തിൽ നിൽക്കുന്ന ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരും. ഇതുപോലെ
നമ്മുടെ ഭൂലോകത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ച ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറിപ്പോയി, ഇല്ലേ? അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? നമ്മൾ ദൂതന്മാരുടെ സാക്ഷ്യം നമ്മൾ വായിക്കുന്നുണ്ട്. സ്വർഗത്തിലേക്ക് കയറിപ്പോയ ക്രിസ്തു ഇനി എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവർ. അവിടെ നിന്ന് നിർത്തിക്കോണേ. എന്നിട്ട് ഞാൻ വായിക്കാം. നോക്കണേ, ഈ പുരോഹിതൻ അകത്തേക്ക് പോവുകയാണ്. യാഗരക്തമായിട്ട് അകത്തേക്ക് പോകുന്നു. ഈ കൃപാസനത്തിന്റെ ഈ തേജസ് ഇറങ്ങി നിൽക്കുന്ന ഇവിടെ ഒരു കൃപാസനത്തിങ്കലേക്ക് പോയവൻ. അതൊന്നുകൂടെ വായിക്കാമോ? ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിർത്തണേ. അപ്പൊ പുരോഹിതനായിട്ട് ആരാ കാത്തിരിക്കുന്നത്? ഇവിടെ സഭ, ഇസ്രായേൽ സഭ. ഈ അകത്ത് കയറിപ്പോയ മഹാപുരോഹിതന്റെ തിരിച്ചു വരവിന് വേണ്ടിയിട്ട് ആര് കാത്തിരിക്കുന്നു? ഈ സഭ കാത്തിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പായെങ്കിൽ തിരിച്ച് മഹാപുരോഹിതൻ പുറത്തേക്ക് വരും. ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഞാനിതാ നേരത്തെ പറഞ്ഞത്, ഇതിനകത്ത് മുത്തുമണികളെ കൊണ്ട് നിറച്ചിരിക്കുക, മർമ്മങ്ങളെ കൊണ്ട് നിറച്ചിരിക്കുക. അപ്പൊ പാപപരിഹാരം പ്രാപിച്ച് ജനത്തിന്റെ ഇടയിലേക്ക് മഹാപുരോഹിതൻ ഇറങ്ങി വരുന്നത് പോലെ യേശു ക്രിസ്തുവും തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇതാ ഞാൻ പറഞ്ഞത്. പുതിയ നിയമമായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണക്ട് ആകുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. പാപം കൂടാതെ കണ്ടോ. അപ്പോ നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന്റെ രക്തത്താൽ പാപപരിഹാരം പ്രാപിച്ചിരിക്കുന്ന ഒരു സഭ ഇവിടെയുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച തന്റെ സഭയെ. കർത്താവ് താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ ഏതാ? പാപപരിഹാരത്തിന് വേണ്ടി നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി സമ്പാദിച്ച സഭ ഭൂമിയിലുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഭൂമിയിൽ ഇസ്രായേൽ ജനം മഹാപുരോഹിതന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ ആർക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ മാത്രം ഞാൻ ഓർത്ത് പറയുക. ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക, ഇല്ലേ? ആരാ കാത്തിരിക്കുന്നത്? വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ വീണ്ടെടുപ്പിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന നിങ്ങളുടെ വീണ്ടെടുപ്പ് നാളിനായി അവൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നുവല്ലോ. ബൈബിൾ എത്ര ആശ്ചര്യമായി, എന്ത് ആഴമായിട്ടാണ് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വീണ്ടെടുക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് അകത്ത് തന്നു. നിങ്ങളെ വീണ്ടെടുപ്പിനായി പരിശുദ്ധാത്മാവിനാൽ മുദ്രണം ചെയ്തിരിക്കുന്നുവല്ലോ. ഒരു ഉൽപ്പന്നത്തിന്റെ മേലെ ഒരു സീലടിച്ചിരിക്കുന്നത് പോലെ, അതിന്റെ അവകാശി ഒരുവനുണ്ടെന്ന് ഒരു സീലടിച്ചിരിക്കുന്ന പോലെ തന്റെ ആത്മാവിൽ ആ മുദ്രണം ചെയ്തിട്ടിരിക്കുക. അപ്പൊ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോസ്തല പ്രവൃത്തി 1:11 കൂടെ ചേർത്ത് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 1:11 കൂടെ വായിച്ചേ. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. മനസ്സിലാകുന്ന ദൈവമക്കളെ ഓർത്ത് നിങ്ങളുടെ അകത്ത പ്രത്യാശയുടെ ആ പ്രതീക്ഷയുടെ തേജസ് വ്യാപരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നോക്കൂ, ഈ ജനം, ഇസ്രായേൽ ജനം, ഇവിടെ ഈ കൂടാരത്തിന് ചുറ്റും, ഈ പ്രാകാരത്തിന് ചുറ്റും നിൽക്കുന്ന ജനം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. മഹാപുരോഹിതന്റെ മടങ്ങി വരവ് പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടെയാണ് ഇവിടെ ഇരിക്കുന്നത്. ആമൻ. പ്രത്യാശയോടെ ഇരിക്കുന്ന ജനത്തെ പോലെ ഈ പ്രാകാരമാകുന്ന ഭൂമിയിൽ ജീവിച്ചിരുന്ന് വീണ്ടെടുക്കപ്പെട്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തു പാപപരിഹാരം പ്രാപിച്ച ഇസ്രായേൽ ജനത്തിന്റെ നടുവിലേക്ക് മഹാപുരോഹിതൻ ഇറങ്ങി വരുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപപരിഹാരം പ്രാപിച്ച്, രക്ഷാനിർണയം പ്രാപിച്ച്, ആത്മാവിനെ പ്രാപിച്ച് ഇവിടെ രണ്ടാമത്തെ പ്രത്യക്ഷതയ്ക്കുണ്ട്. ഒന്നാമത് പ്രത്യക്ഷനായി എന്തിനു വേണ്ടിയിട്ട്? പാപിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി മറുവിലയായി തന്റെ ജീവൻ നൽകേണ്ടതിന്. എന്തിനാ? ഇനി ഞാൻ മുമ്പ് എപ്പോഴോ ഓർപ്പിച്ച, എവിടെയോ പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നു.
ആ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. മനുഷ്യൻ പാപം ചെയ്തത് ഈ ഭൂമിയിൽ വെച്ചാണ്. എവിടെ വെച്ചാണ്? ഭൂമിയിൽ വെച്ചല്ലേ പാപം ചെയ്തത്. അപ്പൊ മനുഷ്യന്റെ പാപ പരിഹാരവും എവിടെ വെച്ച് നടക്കണം? ഭൂമിയിൽ വെച്ച് നടക്കണം. അതിന് സ്വർഗത്തിൽ നിന്ന്, കാരണം നമ്മൾ എവിടെ തിരിച്ചു കൊണ്ടുപോകേണ്ടത്? സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഇവിടെ വച്ച് പാപപരിഹാരം ചെയ്യേണ്ടതിന് പ്രാകാരത്തിലാണ് ജനത്തിന്റെ പാപപരിഹാരം. പ്രാകാരമാകുന്ന ഭൂമിയിലാണ് മനുഷ്യന് പാപപരിഹാരമുള്ളത്. ഇവിടെ വച്ച് നമ്മൾ പാപപരിഹാരം പ്രാപിച്ചവനെ മാത്രമേ നിത്യതയിലേക്ക് കൊണ്ടുപോകൂ. അതിന് ഒരിക്കലായവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പ്രാകാരത്തിലേക്ക് ഇറങ്ങി വന്നു. തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി. രക്ഷപൂർണമല്ല. ഒന്നുകിൽ നമ്മുടെ മരണം ക്രിസ്തുവിൽ മരിക്കുക, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുക. അപ്പോഴാണ് രക്ഷ പൂർണ്ണമാകുന്നത്. രക്ഷ ചുമ്മാ വെറുതെ രക്ഷപൂർണ്ണമാണ്. രക്ഷിക്കപ്പെട്ട് പിന്നെ തോന്നിവാസം നടത്തി എങ്കിൽ പിന്നെ ഈ നാട്ടിലെ പാപികളോടെല്ലാം നെയ്യും കണക്ക് പറയില്ലേ? കണക്ക് പറയണ്ടേ? അപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ഒരു വിശ്വാസി വീണ്ടും പാപത്തിൽ തന്നെ ജീവിക്കുന്നുവെങ്കിൽ ഇവിടുത്തെ വീണ്ടെടുക്കപ്പെടാത്ത പാപി യേശു ദൈവത്തോട് ചോദിക്കുക, ഞാൻ ചെയ്തതും പാപം, അവൻ ചെയ്യുന്നതും പാപം. എങ്കിൽ എന്താ ഇവിടെ രണ്ട് വശം കാണിക്കുന്നത് ഇല്ലേ? ദൈവം നീതിമാനാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷ 3 കാലഘട്ടങ്ങളിൽ കൂടെ തന്നെയാണ്. ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ കാണുമ്പോൾ ആളുകൾക്ക് ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറയുമ്പോൾ ചിലർക്കെങ്കിലും ഈ വറയലും വെട്ടലും ഒക്കെ വരും. പ്രൈസലോ അവിടെ ഇരുന്ന് വിറയ്ക്കേ ഉള്ളൂ. പ്രൈസലോ ഒരർത്ഥവും ഇല്ല. പ്രൈസലോ നിങ്ങൾ അപകടത്തിലാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, രക്ഷിക്കപ്പെട്ടവൻ അവസാനത്തോളം സഹിച്ചു നിന്ന് രക്ഷിക്കപ്പെട്ടവനെ പ്രൈസലോ അവരുടെ സമ്പൂർണമായ രക്ഷയ്ക്കായി, തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പ്രാകാരത്തിലല്ല വരുന്നത്. പ്രൈസലോ അവൻ മധ്യാകാശത്തിൽ വരും. കണ്ടോ, രണ്ടാമത്തെ പ്രത്യക്ഷത എവിടെയാണ്? നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും 4:16 പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ മധ്യാകാശത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ. കണ്ടോ, മധ്യാകാശത്തിൽ താഴെ ഭൂമിയിൽ വരിക എന്നുള്ളതല്ല, ഇവിടെ വന്നുള്ള ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്തു? ഭൂമിയിൽ വന്നുള്ള പ്രവൃത്തി സമ്പൂർണ്ണമായി. ഏത് പ്രവൃത്തി? രക്ഷയോടുള്ള ബന്ധത്തിലുള്ള പ്രവൃത്തി സമ്പൂർണ്ണമായി. ആ രക്ഷ പ്രാപിച്ചവരെ മധ്യാകാശത്തിൽ അങ്ങോട്ട് ചേർക്കാനായിട്ട് മധ്യാകാശത്തിൽ വരും. പ്രൈസ് ദി ലോർഡ്. വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഒരുത്തനെയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവനോടുകൂടെ മേഘങ്ങൾ എടുക്കപ്പെടേണ്ടതിന് രൂപാന്തരപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നൊരു സാരം, കർത്താവ് രക്ഷയ്ക്കായി കാത്തിരിക്കുന്നവരുടെ പ്രത്യാശയ്ക്ക് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ്. അപ്പോൾ യേശു ക്രിസ്തു വീണ്ടും വരും. അപ്പോൾ നോക്കണം, ഇവിടെ പ്രാകാരത്തിൽ നിന്ന് ഈ പുരോഹിതൻ ഇറങ്ങി വരുമ്പോൾ കാത്തിരിക്കുന്ന ജനത്തിന് നടുവിലേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഇവിടെ പാപം കൂടാതെ ജീവിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട വിശ്വാസിക്ക് വേണ്ടി കർത്താവ് പാപം കൂടാതെ ഇനി വരും മധ്യാകാശത്തിൽ ചേർക്കുക. ഈ സമാഗമന കൂടാരം വിളിച്ചു പറയുന്ന സമാഗമന കൂടാരത്തിലെ പുരോഹിതനിലൂടെ, തൻ്റെ വസ്ത്രത്തിലൂടെ, തൻ്റെ പദവിയിലൂടെ, തൻ്റെ പ്രവൃത്തികളിലൂടെ, അത് അന്ന് പുരോഹിതൻ പോലും തിരിച്ചറിഞ്ഞിരുന്നല്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങളെ അതതിൻ്റെ കാലഘട്ടങ്ങളിൽ മാത്രമേ ദൈവം അത് തുറന്ന് ചിലരുടെ ആത്മമണ്ഡലങ്ങളെ തുറന്ന് ദൈവം കൊടുക്കൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അത് അവരും അറിഞ്ഞില്ല, അവർ ആ കാലഘട്ടത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു. അങ്ങനെ ആ പുരോഹിതൻ വിളിച്ചു പറയുന്നൊരു സന്ദേശമുണ്ട്. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ താമസമിന വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ അധ്വാനങ്ങളല്ല. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഇവിടെ അവസാനിപ്പിക്കാം. ഈ പുരോഹിതൻ ഞാൻ മുമ്പ് ഓർപ്പിച്ചു, ഈ പുരോഹിതൻ്റെ അധികാര പരിധി എവിടെയെന്ന് ചോദിച്ചാൽ അധികാരപരിധി രാജാവിനും മുകളിലാണ്. പ്രൈസ് ദി ലോർഡ്. പുരോഹിതൻ്റെ അടുക്കലേക്കാണ് അന്തിമ വിധി. സാധാരണ പുരോഹിതന്മാർ എല്ലാം ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിനുള്ള വിധി കൽപ്പിക്കാൻ പറ്റാത്തതാണെങ്കിൽ മഹാപുരോഹിതൻ്റെ അടുക്കലേക്ക് വരും. മഹാപുരോഹിതന് അന്ന് ഇസ്രായേൽ സഭയുടെ നടുവിൽ, ഇപ്പോഴത്തെ അവിടെ സിസ്റ്റമൊക്കെ വ്യത്യാസമാണ്. മഹാപുരോഹിതന് ദൈവം കൊടുത്തിരുന്ന അധികാരപരിധി എന്ന് പറഞ്ഞാൽ ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ അധികാരപരിധി, കുറച്ചുകൂടെ പറഞ്ഞാൽ അതിനും മുകളിലാണ് ഒരു രാഷ്ട്രപതിയുടെ അധികാരപരിധി വരെ കൊടുത്തിരുന്നത്.
അപ്പം ഈ പുരോഹിതൻ വിധി കൽപ്പിച്ച ഇതിനപ്പുറത്ത് പിന്നെ ഒരു വിധിയുമില്ല. ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം പുരോഹിതൻ രാജാവിന് മുകളിലാണ്. അപ്പം നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തു രാജാവിന് മുകളിലാണ്. അവൻ രാജാതിരാജാവാണ്. രാജാവ് ഒരു വിധി കൽപ്പിച്ചാൽ ആ വിധിക്ക് ആർക്കും മാറ്റം വരുത്താൻ സാധ്യമല്ല. രാജാക്കന്മാരുടെ കാലത്തുള്ള സിസ്റ്റം വെച്ചിട്ടാണ് ഈ പറയുന്നത്. രാജകീയ വിധി, രാജകൽപ്പന എന്ന് പറയുന്നത് കല്ലേ പിളർക്കുന്ന കൽപ്പന എന്നാണ് പറയുന്നത്. ആ കൽപ്പനയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, മഹാപുരോഹിതനല്ല, കർത്താവായ യേശു ക്രിസ്തു രാജാവും രാജാതിരാജാവുമാണ്. ഇനി കർത്താവിൻ്റെ അന്ത്യവിധിക്ക് ഇനി ആർക്കും മാറ്റം വരുത്താൻ കഴിയില്ല. രണ്ട് മൂന്ന് വാക്യങ്ങളെ വായിച്ച് വേഗത്തിൽ എനിക്ക് വായിക്കണം, ഈ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കാനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം 27-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി 17-31. ഇത് 3 വാക്യങ്ങൾ വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 5:22-27. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും വിധിക്കുന്നില്ല, ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായവിധിയെല്ലാം പുത്രന് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത അന്ത്യ ന്യായവിധി മുഴുവൻ രാജാതിരാജാവായ കർത്താവിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്. 27-ാം വാക്യം കൂടെ വായിക്കും. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. ന്യായവിധി നടത്തുവാൻ അധികാരം. കാര്യം എന്താ? ആരെയാ വിധിക്കുന്നത്? വിധിക്കുന്നത് മനുഷ്യപുത്രന്മാരെയാണ്. വിധിക്കുന്നത് മനുഷ്യനെ ആകേണ്ടതുകൊണ്ട് മാനുഷികമായ അവൻ്റെ എല്ലാ അവസ്ഥകളെയും പരിഗണിച്ചുകൊണ്ട് വിധിക്കണമെങ്കിൽ മനുഷ്യനായി പിറന്ന് മരിച്ചവന് മാത്രമേ എന്ത് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ക്രിസ്തുവിന് ആ വിധി, എല്ലാ വിധിയും യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചത്. ഇനി പിതാവല്ല വിധിക്കുന്നത്, പുത്രനായ ക്രിസ്തുവാണ്. റോമാലേഖനം 2:16, അപ്പോസ്തല പ്രവൃത്തി 17:31. റോമാലേഖനം 2:16. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ തന്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ന്യായം വിധിക്കുന്ന നാൾ. അപ്പോ യേശുക്രിസ്തു, ഒരിക്കൽ കൂടെ വായിച്ച്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ അഥവാ പ്രവൃത്തികളെ തന്റെ സുവിശേഷപ്രകാരം ന്യായം ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയുന്ന ഒരു വലിയ ശിക്ഷാ നിയമത്തിൻ്റെ ഒരു വലിയ സംഗതിയുണ്ട്, ഒരു വലിയ നിയമങ്ങളുണ്ട്. അതുപോലെ സ്വർഗത്തിലെ ദൈവം പുതിയ നിയമസഭയെ, ജനത്തെ ന്യായം വിധിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ തൻ്റെ സുവിശേഷ പ്രകാരം. ഈ ബൈബിളാണ് അന്ത്യന്യായവിധിയുടെ പുസ്തകം. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് ചോദിച്ചാൽ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതിനകത്ത് നിയമങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിലെ ലേഖനങ്ങളിലെല്ലാം എഴുതിയിട്ടുണ്ട് നിയമങ്ങൾ. ആ സുവിശേഷ പ്രകാരം നിങ്ങളെ ന്യായം വിധിക്കുന്ന നാൾ. ഹല്ലേലൂയ. ഞാൻ എത്രയും വാക്യം കൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 17:31 വേഗത്തിലൊന്ന് വായിച്ച് അവസാനിപ്പിക്കണം. ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. താൻ നിയമിച്ച പുരുഷൻ ആരെന്ന് ചോദിച്ചാൽ തൻ്റെ ഏകജാതനായ പുത്രൻ നിമിത്തം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രിസ്തു രാജാവ് മാത്രമല്ല, ഈ പുരോഹിതനിലൂടെ, നമുക്ക് പുരോഹിതന്റെ വേഷത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ പദവികളിലൂടെ നമുക്ക് അവൻ തന്നിരിക്കുന്ന സന്ദേശം, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു രാജാതിരാജാവാണ്. ആ ക്രിസ്തുവാണ് അന്ത്യന്യായവിധി നാളിൽ നമ്മളെ ന്യായം വിധിക്കുന്നത്. ആകയാൽ ആമൻ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. അതുകൊണ്ട് ആ ക്രിസ്തുവിലേക്ക് ന്യായപ്രമാണ നിഴലാണ്. പുതിയ നിയമത്തിലെ അന്തസ്സത്തകളെ ഉൾക്കൊണ്ടുകൊണ്ട് ഭയത്തോടും നടുക്കത്തോടും കൂടെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പാർട്ട് അവസാനിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.